മുഖ്തസർ 175 പേജ് 232. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇളാഹിൽ മആനി ونور قلوبنا بلوامع التبيان من مطالع المثاني ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وصحابه المحرزين قصبات السبق في مضمار الفصاحة والبراعة. ثم الخبر قد يقع موقع الإنشاء إما للتفاؤل أو لإظهار الحرص في وقوعه، والدعاء بصيغة الماضي من البالغ يحتملهما، أو للاحتراز عن صورة الأمر، أو لحمل المخاطب على المطلوب بأن يكون المخاطب ممن لا يحب أن يكذب الطالب. ثم الخبر പിന്നെ ഖബർ എന്ന് പറഞ്ഞാൽ ഈ ഖബരിയായ കലാമിലുള്ള നിസ്ബക്ക് ഖാരിജിയായ ഒരു ഖാരിജ് ഉണ്ടാവും. ആ ഖാരിജ് ഈ ഖബറിലുള്ള നിസ്ബയോട് യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യാം. ഇൻഷായിൽ അതില്ല. സുമ്മൽ ഖബറു ഖബർ ഖദ് യഖഉ മൗഖിഅൽ ഇൻഷാഇ, ഇൻഷാഇന്റെ സ്ഥാനത്ത് ഖബർ വരും. ഇമ്മാലി തഫാഉലി, അത് ഒന്നിരിക്കൽ ശുഭശകുനത്തെ കരുതിയതിന് വേണ്ടി, ശുഭലക്ഷണത്തെ കരുതിയതിന് വേണ്ടി എന്നാണ്. എന്ന് വെച്ചാൽ ഐ ഇദ്ഖാലു സുറൂർ അലൽ മുഖാത്തബീന, മുഖാത്തബിന്റെ മേൽ സന്തോഷത്തെ ഉണ്ടാക്കാൻ വേണ്ടി, ഒരു സന്തോഷം മുഖാത്തബിന് നൽകാൻ വേണ്ടിയിട്ട്, അതിനാണ് ഇൻഷാഇന്റെ സ്ഥാനത്ത് ഖബർ വരുന്നത്. മുത്തക്കല്ലിം അങ്ങനെ ഖസ്ദ് ചെയ്തു. ഒരു സന്തോഷത്തെ ഇദ്ഖാൽ ചെയ്യാൻ മുത്തക്കല്ലിമ് കരുതി. അപ്പോൾ ബി ലഫ്ദിൽ മാലി, മാലിയുടെ ലഫ്ദ് കൊണ്ട് വരും. ഏത് ലഫ്ദ് കൊണ്ടല്ല? മുസ്തഖ്ബിലിന്റെ ലഫ്ദ് കൊണ്ടല്ല, ഇസ്മിയായ കലാമ് കൊണ്ടും അല്ല. കാരണം മുസ്തഖ്ബിലിന്റെ ലഫ്ദ് കൊണ്ടാകുമ്പോൾ അത് വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഉണ്ട് ഒരു ശുഭലക്ഷണം അവിടെ കിട്ടുകയില്ല. ഇസ്മ കൊണ്ടാകുമ്പോൾ അത് മാലിയുടെയും ഹാലിന്റെയും ഇസ്തിഖ്ബാലിന്റെയും മാനാക്കാവാം. അപ്പോഴും ഒരു ഉറപ്പില്ല. അതിനാണ് മാലിന്റെ ലഫ്ദ് കൊണ്ട് വരും എന്ന് പറഞ്ഞത്. അത് എന്തിനു വേണ്ടി? ദലാലത്തൻ, അറിയിക്കാൻ വേണ്ടി. അലാ അന്നഹു, ആ ഖബറിൽ പറഞ്ഞ വിഷയം, കഅന്നഹു വഖഅ, അത് സംഭവിച്ചതുപോലെയാണ് എന്നറിയിക്കാൻ വേണ്ടി. നഹവു വഫഖക്കല്ലാഹു ലിത്തഖ്വ, അല്ലാഹു തആല നിനക്ക് തഖ്വയിലേക്ക് തൗഫീക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ഇതിന്റെ ഹഖീഖത്തിൽ മഅന. ഇവിടെ ഉദ്ദേശം അല്ലാഹു തആല നിനക്ക് തൗഫീക്ക് ചെയ്യട്ടെ എന്നാണ്. അപ്പോൾ തൗഫീക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ അല്ലാഹു പഠിച്ചവനെ നീ ഇദ്ദേഹത്തിലേക്ക് തൗഫീക്ക് ചെയ്യ് എന്ന ഇൻഷായിയായ കലാമിന്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ അല്ലാഹു തആല നിനക്ക് തൗഫീക്ക് ചെയ്യട്ടെ എന്ന ഇൻഷായിയായ കലാമിന്റെ സ്ഥാനത്ത് മാലിയുടെ ലഫ്ദ് പറഞ്ഞു. തൗഫീക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന ലഫ്ദ് പറഞ്ഞു. തൗഫീക്ക് ചെയ്തിട്ടുണ്ട് എന്നറിയിക്കുന്ന ലഫ്ദ് പറഞ്ഞു. അതിനാണ് ആ തഫാഉല്. ഔലി ഇദ്ഹാറിൽ ഹിർസി ഫീ വുഖൂഇഹി, അല്ലെങ്കിൽ ഈ ഖബർ സംഭവിക്കുന്നതിൽ എന്തുണ്ടായതിനു വേണ്ടി? ആഗ്രഹം ഉണ്ടായതിനു വേണ്ടി. ഈ ഖബർ സംഭവിക്കുന്നതിലുള്ള ആഗ്രഹത്തെ ലാഹിറാക്കാൻ വേണ്ടി. അത് ഈ ഖബറിയായ കലാമിൽ പറഞ്ഞ വിഷയം
അതിവിടെ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി. ഔലി ഇൽഹാരിൽ ഹിർസി, ഹിർസിന്റെ നേരെ അർത്ഥം ആർത്തി, ആക്ര, കൊതി എന്നാണെങ്കിലും ഇവിടെ അർത്ഥം റഹ്ബത്ത്, ആഗ്രഹം എന്നാണ്. ഔലി ഇൽഹാരിൽ ഹിർസി ആഗ്രഹത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി, വെളിവാക്കാൻ വേണ്ടി, ഫി ഉഖൂഇഹി ഈ ഖബർ സംഭവിക്കുന്നതിൽ ആഗ്രഹമുണ്ടായിരിക്ക് മുത്തക്കല്ലിമിന്. കമാ മർറ ഫീ ബഹ്സി ശർത്തി, ഷർത്തിന്റെ ബഹ്സിൽ കഴിഞ്ഞു പോയതുപോലെ. എന്താ ഷർത്തിന്റെ ബഹ്സിൽ കഴിഞ്ഞു പോയത്? മിൻ അന്ന ത്വാലിബ് ഇദാ അല്ലമ റഹ്ബത്തഹു ഫീ ഷൈഇൻ, റഹ്ബത്തഹു അവന്റെ ആഗ്രഹത്തെ അവൻ വലുതാക്കി കണ്ടാൽ, ഫീ ഷൈഇൻ ഒരു ഷൈഇൽ, യക്സുറു തസവ്വുറുഹു ആ താലിബ് തസവ്വുറാക്കൽ അധികരിക്കും, ഇയാഹു ആ ഷൈഇനെ, ഒരു സാധനത്തിനൊരു ആഗ്രഹം വല്ലാതെ ഉണ്ടെങ്കിൽ ആ ഷൈഇനെ തസവ്വുറാക്കൽ അധികരിപ്പിക്കും, അതിനെ തസവ്വുറാക്കൽ അധികരിക്കും. ഫീ ഷൈഇന്റെ ഒരു ഷൈഇൽ അവന്റെ താലിബിന്റെ ആഗ്രഹത്തെ അവൻ വലുതായി കണ്ടാൽ, യക്സുറു തസവ്വുറുഹു ആ ഷൈഇ തസവ്വുറാകൽ അല്ല, ആ താലിബ് തസവ്വുറാക്കൽ, തസവ്വുറുഹുവിന്റെ ദമീറ് താലിബിലേക്ക്, ആ താലിബ് തസവ്വുറാക്കൽ അധികരിക്കും യാഹുവ ഷൈഇനെ. ഫറുബ്ബമാ യുഖയ്യലു ഇലൈഹി അപ്പോൾ അവനിലേക്ക് ആ ഷൈഇനെ തോന്നിപ്പിക്കപ്പെടും. ഫറുബ്ബമാ യുഖയ്യലു ആ ഷൈഇനെ തോന്നിപ്പിക്കപ്പെടും, ഇലൈഹി അവനിലേക്ക്, ഹാസിലായിട്ട് തോന്നിപ്പിക്കപ്പെടും. ഫയൂറദു ബിലഫ്ലിൽ മാലി അപ്പോൾ മാലിയുടെ ലഫ്ലിനെ കൊണ്ടുവരപ്പെടും. നഹ്വു റസഖനില്ലാഹു തആല ലിഖാഅക നിന്റെ ലിഖാനെ അല്ലാഹു എനിക്ക് നൽകട്ടെ. അപ്പൊ നിന്റെ ലിഖാഹ് എനിക്കെന്താണ്? ഒരു ആഗ്രഹമുള്ള കാര്യമാണ്. അപ്പോൾ നിന്റെ ലിഖാഹിനെ ഞാൻ ഇങ്ങനെ തസവ്വുറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ലിഖാഹ് സംഭവിച്ചു എന്ന ഒരു അർത്ഥത്തിൽ അവിടെ ദുആ ചെയ്യുകയാണ്. ഇൻഷാഇയായ കലാമ് അല്ലാഹു തആല നിന്നെ കാണലിനെ എനിക്ക് തൗഫീക്ക് ചെയ്യട്ടെ എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം എന്താണ്? അല്ലാഹുവേ ഇന്നവനെ കാണാൻ എനിക്കൊരു അവസരം തരേണമേ എന്നതിന്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ നിന്നെ കാണലിന് അല്ലാഹു എനിക്ക് അവസരം നൽകട്ടെ എന്നതിന്റെ സ്ഥാനത്ത് അല്ലാഹു തആല നിന്നെ കാണലിനെ എനിക്ക് അവസരം തന്നിട്ടുണ്ട്, കണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ അത് പറയും. സംഗതിയുടെ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശം? നിന്നെ കാണലിന് അല്ലാഹു എനിക്ക് അവസരം തരട്ടെ എന്നാ, അത് തന്നിരിക്കുന്നു എന്ന അർത്ഥത്തിൽ പറഞ്ഞു. അവരിന് നിന്റെ ലിഖാ എന്താണ്? എനിക്ക് വളരെ ആഗ്രഹമുള്ള കാര്യമാണ്. അപ്പോ നിന്റെ ലിഖാ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ലാഹിറാക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ലിഖായിനെ എനിക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവിടെ ഇൻഷാ ആണ്, അല്ലാഹു തആല എനിക്ക് അവസരം തരട്ടെ നിന്റെ ലിഖായില് എന്നാണ്. വദ്ദുആഉ ബിസീഗത്തിൽ മാദി മിനൽ ബലീഗി ബലീഗിൽ നിന്ന് ഒരു മാദിയാ സീഗ കൊണ്ടുള്ള ദുആ ചെയ്യൽ. കഖൗലിഹി ആ ബലീഗിന്റെ കൗല് പോലെ റഹിമഹുല്ലാഹ് അല്ലാഹു തആല അവനിക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അപ്പൊ ഇർഹംഹു എന്ന അർത്ഥത്തിൽ റഹിമഹുല്ലാഹ് എന്ന് മാദിയിൽ ലഫ്ദ് കൊണ്ട് പറഞ്ഞു. അല്ലാഹുവേ ഫുലാൻ ഇബ്നു ഫുലാൻ എനിക്ക് നീ റഹ്മത്ത് ചെയ്യേ, അതിന് റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞു. അത് യഹ്തമിലുഹുമാ അയ്യത്തഫാഉല തഫാഉലിനും ഇഹ്തിമാലുണ്ട്. വ ഇൽഹാരിൽ ഹിർസി ഇർസിനെ ലാഹിറാക്കാൻ വേണ്ടി ആവാനും ഇഹ്തിമാലുണ്ട്. അത് മുത്തക്കല്ലിമിന്റെ മുറാദ് പോലെ പോകും. തഫാഉലാണോ മുറാദ് എങ്കിൽ തഫാഉല്, ഇൽഹാറുൽ ഇർസാണോ? കാരണം ഇവിടുത്തെ രണ്ട് ഉദാഹരണത്തിൽ തഫാഉലിന് വേണ്ടി അതിന് വഫഖക്കല്ലാഹു അത് തഫാഉലാണ്. ഇൽഹാറുൽ ഇർസിന് ഉദാഹരണം എടുത്തത് റസഖനില്ലാഹു, ഇത് രണ്ടും ദുആയാണല്ലോ. അപ്പൊ മാദിയ ലഫ്ദ് കൊണ്ടാണ്
ഇൽഹാറുൽ ഹിർസിനും തഫായിലിനും ഉദാഹരണം പറഞ്ഞത്. അതുകൊണ്ടാണ് പറയുന്നത് ബലീഗിൽ നിന്നുള്ളൊരു മാലിയാശൈ കൊണ്ടുള്ള ദുആ രണ്ടിനും ഇഹ്തിമാലുണ്ട്. അമ്മാ ഗൈറുൽ ബലീഗി, ബലീഗല്ലാത്ത ആള് ഫവദാഹിലുൻ അന്നാദിഹിൽ ഇത്തിബാറാത്തി, ഈ ഇത്തിബാറുകളെ തൊട്ട് അവൻ അശ്രദ്ധനാണ്. ഔലിൽ ഇഹ്തിറാസി അൻ സൂറത്തിൽ അംരി, അല്ലെങ്കിൽ അംറിന്റെ സൂറത്തിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടി മൂന്നാമത്തെ കാര്യം കൗലിൽ അബ്ദി, അബ്ദ് പറയും പോലെ ലിൽ മൗല സയ്യിദിനോട് യൻദുറുൽ മൗല ഇലയ്യ സാഅത്തൻ, മൗല എന്നെക്കൊള്ള അല്പസമയം അല്ലെങ്കിൽ ഒരു മണിക്കൂർ നോക്കും എന്ന് പറയാം. നോക്കും എന്നല്ല, നോക്കണേ എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കണേ. അപ്പോൾ ഇവിടെ യൻദുറു മൗല എന്ന് പറഞ്ഞു ഉന്നൂറിന്റെ സ്ഥാനത്ത്. ദൂന ഉന്നൂറിനെ കൂടാതെ എന്താ ഈ ഇഹ്തിറാസ് അംറിന്റെ സീഗ സയ്യിദിനോട് പറയലോ ശരിയില്ല. ലിഅന്നഹു ഉന്നൂറു ഫീ സൂറത്തിൽ അംറി, അംറിന്റെ സൂറത്തിലാണ്. അതാണ് ഇവിടുത്തെ മായനയും, യൻദുറുന്റെ മായനയും അതാണ്. വൈൻ കുസിദ ബിഹി ദുആഉ, ഈ ഉന്നൂറ് എന്ന അംറ് കൊണ്ട് കരുതപ്പെട്ടാലും അദ്ദുആഉ, ദുആഇനെ കരുതപ്പെട്ടാലും അവിശഫാഅത്തു അലി ശഫാഅത്തിനെ കരുതപ്പെട്ടാലും അത് അംറിന്റെ സീഗയാണല്ലോ, അതൊരു അദബ് കേടാണെന്ന് മനസ്സിലാക്കി യൻദുറു എന്ന് പറയുക. അതിനുവേണ്ടിയും ഇൻഷാഇന്റെ സ്ഥാനത്ത് ഖബർ വരും. ഔലി ഹംലിൽ മുഖാത്തബി, അല്ലെങ്കിൽ മുഖാത്തബിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി അൽ മത്ലൂബി, മത്ലൂബിന്റെ മേലിൽ എന്താണോ മുത്തക്കല്ലിമിന്റെ മത്ലൂബ്, ആ മത്ലൂബ് മുഖാത്തബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാഇന്റെ സ്ഥാനത്ത് ഖബർ വരും. അതെങ്ങനെ? ബ്യാ യക്കൂനൽ മുഖാത്തബും, മുഖാത്തബ് ആവലുകൊണ്ട്, മുഖാത്തബായ കാരണം കൊണ്ട് മിമ്മൻ ചിലരിൽപ്പെട്ടവനാവണം. ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടൂല. അയ്യുക്കദ്ദബ ത്വാലിബു, ത്വാലിബായ മുത്തക്കല്ലിമിനെ കളവാക്കപ്പെടൽ ഇഷ്ടമില്ലാത്തവരിൽപ്പെട്ടവനാവുക മുഖാത്തബ്. അങ്ങനെയുള്ളിടത്താണ് ഈ ഹംലുൽ മുഖാത്തബ് അലൽ മത്ലൂബി ശഹിയാവുകയുള്ളൂ. അതാണ് ഔലി ഹംലിൽ മുഖാത്തബി, മുഖാത്തബിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി അലൽ മത്ലൂബി, മത്ലൂബിന്റെ മേൽ, മുത്തക്കല്ലിമിന്റെ മത്ലൂബിന്റെ മേൽ. യക്കൂനൽ മുഖാത്തബു, മുഖാത്തബാവലുകൊണ്ട് മിമ്മൻ ചിലരിൽപ്പെട്ടവരാകലുകൊണ്ട്. ലായുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടൂല. അയ്യുക്കദ്ദബ താലിബു, താലിബായ മുത്തക്കല്ലിമിനെ കളവാക്കപ്പെടൽ, അവനെ കടവിലേക്ക് ചേർക്കപ്പെടൽ. അയ്യുൻസബ ഇലൽ കദിബി, കദിബിലേക്ക് അവനെ ചേർക്കപ്പെടൽ. ഏതുപോലെയൊക്കെ കൗലിക്കാൻ നിന്റെ വാക്കുപോലെ ലി സാഹിബിക്കാം, നിന്റെ സുഹൃത്തിനോട്. അല്ലത് എങ്ങനത്തെ സുഹൃത്താണ്? ലായുഹിബ്ബു, ആ സുഹൃത്ത് ഇഷ്ടപ്പെടൂല തക്ദീബക്ക, നിന്നെ കളവിലേക്ക് ചേർക്കലിനെ. അങ്ങനത്തെ സുഹൃത്തിനോട് നീ പറയാ ഇത്തീനി ഹൊതൻ, നാളെ നീ വരും. വരും എന്ന് പറയുമ്പോൾ ഇവിടെ ലക്ഷ്യമെന്താണ്? വരണം എന്നാ. വരണം എന്ന് പറയുമ്പോൾ വന്നിട്ടില്ലെങ്കിൽ അവരൊരു കളവാക്കൽ വരുന്നില്ല. കാരണം ഈ ഇത്തിരി എന്റെ ഒക്കെ നീ വരണം. കാരണം ഈ ഇത്തിരി ശിതുക്കുറുക്കും കതിബിരിക്കും ഈ ഹിറ്റിമാലില്ലാത്ത ശരിയാണല്ലോ. അതുകൊണ്ട് വന്നിട്ടില്ലെങ്കിൽ ഒരു കതിബിലേക്ക് ചേർക്കൽ വരുന്നില്ല. ഇത്തീരി കൊതൻ, നാളെ നീ എടുക്കൽ വരും. വരും എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ലെങ്കിൽ വരും എന്ന് പറഞ്ഞത് ഒരു കളവായി. അപ്പൊ കളവിലേക്ക് ചേർക്കപ്പെടൽ ഇഷ്ടമില്ലാത്ത ഒരാളോട് തെഇത്തീനി അല്ലെ, എങ്ങനെയാണ്? തെഇത്തീനി കൊതൻ എന്ന് പറയുമ്പോ ഓ ഞാൻ ചെല്ലും എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ചെല്ലും എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ചെന്നിട്ടില്ലെങ്കിൽ മൂപ്പര് പറഞ്ഞത് ഞാൻ ശരിയായിട്ടില്ല, മൂപ്പര് പറഞ്ഞത് കളവാകും. അതുകൊണ്ട് ഇവനവിടെ ചെല്ലാൻ വേണ്ടിയിട്ട്, ഈ സാഹിബ് അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട്, ഇവന്റെ അടുക്കൽ ചെല്ലാൻ വേണ്ടിയിട്ട് തെഇത്തിനി എന്ന് പറയുക. അതാണ് മക്കാമ ഇത്തിനിയുടെ സ്ഥാനത്ത്. അതെന്തിനാലി ഹംലിഹി, ഈ സാഹിബിനെ ഹംല് ചെയ്യാൻ വേണ്ടി ബി അൽത്തഫി വജ്ഹിൻ, ഏറ്റവും സൗമ്യമായ നിലയിൽ അവനെ പ്രേരിപ്പിക്കാൻ വേണ്ടി അതിൽ എത്തിയാൻ ഇവന്റെ അടുക്കിലേക്ക് ചെല്ലാൻ. അന്നഹു, തീർച്ചയായിട്ടും അവൻ ഇല്ലം എത്തിക്ക, അവൻ നിന്റെ അടുക്കൽ വന്നിട്ടില്ലെങ്കിൽ ഹൊതൻ, നാളെ വന്നിട്ടില്ലെങ്കിൽ സിർത്ത കാദിബൻ, നീ കാദിബായി പോകും. മിൻ ഐസുൽ ലാഹിറു, ലാഹിറിന്റെ ഭാഗത്തിലൂടെ ഈ സീഹയുടെ ലഫ്ലിലേക്ക് നോക്കിയിട്ട് നടത്തും. തെഇത്തീനി, നീ വരും എന്നാണല്ലോ പറഞ്ഞത്. ആ ലഫ്ലിലേക്ക് നോക്കുമ്പോൾ
വരും എന്ന് പറഞ്ഞോടത്ത് വന്നിട്ടില്ലെങ്കിൽ കാദിബായി പോകും. അതേസമയത്ത് ഇവിടുത്തെ മഖ്സൂദ് മുറാദ് അനുസരിച്ച് കാദിബാകൂല. ഇത്തിനി എന്നാണ് മുറാദ്, ഇനി വരണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടില്ലെങ്കിൽ പറഞ്ഞതനുസരിച്ചിട്ടില്ല എന്നല്ലാതെ ഇവന്റെ അടുക്കൽ ഒരു കെരിബ് വരുന്നില്ല. ലി കൗരി കലാമിക്ക, നിന്റെ കലാമായതിനു വേണ്ടി ഫി സൂറത്തിൽ ഖബറി, ഖബറിന്റെ സൂറത്തിൽ ആയതിനു വേണ്ടി ലാഹിറിന്റെ ഭാഗത്തിലൂടെ നീ കാദിബാകും. അതാ പറഞ്ഞത്. ഇനി തംബീഹുൻ, ഇതൊരു ഉണർത്തലാണ്. അൽ ഇൻഷാഉ, ഇൻഷാ ആവുന്നത് കൽ ഖബരി, ഖബർ പോലെയാണ്. ഫീ കസീരിൻ മിമ്മാ ദുക്ര ഫിൽ അബ്വാബിൽ ഖംസത്തി സാബിഖത്തി, സാബിഖത്തായ 5 ബാബുകളിലും പറയപ്പെട്ടതിൽ നിന്ന് അധികരിച്ചതിലും. ഫീ കസീരിൻ മിമ്മാ ദുക്ര, മാദുക്രയിൽ നിന്ന് അധികരിച്ചതിലും. ഫിൽ അബ്വാബിൽ ഖംസത്തി, 5 ബാബിലും പറയപ്പെട്ടതിൽ നിന്ന് അധികരിച്ചതിലും. അസാബിഖത്തി, സാബിക്കായ 5 ബാബ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. യഈനി, ആ 5 ബാബ് അഹ്വാലൽ ഇസ്നാദി, ഇസ്നാദിന്റെ അഹ്വാലുകൾ, വൽ മുസ്നദ് ഇലൈഹി വൽ മുസ്നദി വ മുതഅല്ലിഖാത്തിൽ ഫീലി വൽ ഖസ്രി. ഇതാണ് 5. ഇതിൽ പറഞ്ഞ ഇസ്നാദിന്റെ അഹ്വാലുകളെയും മുസ്നദ് ഇലൈഹിന്റെ അഹ്വാലുകളെയും മുസ്നദിന്റെ അഹ്വാലുകളെയും മുതഅല്ലിഖാത്തുൽ ഫീലിന്റെ അഹ്വാലുകളെയും ഖസ്റിന്റെ അഹ്വാലുകളെയുമാണ് മുസന്നിഫ് ഉദ്ദേശിക്കുന്നത്. ആ 5 ബാബുകളിൽ പറയപ്പെട്ടതിൽ നിന്ന് അധികരിച്ചതിലും ഖബർ പോലെയാണ് ഇൻഷാഉം. അതുകൊണ്ട് ഫൽയഅ്തബിർഹു ഐ ദാലിക്കൽ കസീറ, ആ കസീറിനെയും പരിഗണിക്കട്ടെ. അല്ലദീ, എങ്ങനത്തെ കസീർ? യുശാരിക്കു ഫീഹി, ആ കസീറിൽ കൂറാകും അൽ ഇൻഷാഉ അൽ ഖബറ, ഇൻഷാ ഖബറിനോട് കൂറാകും. ആര് ഇത്തിബാർ ചെയ്യട്ടെ? അന്നാളിറു, ചിന്തിക്കുന്നവൻ ഇത്തിബാർ ചെയ്യട്ടെ. ബിനൂറിൽ ബസീറത്തി, സൂക്ഷ്മദൃഷ്ടി എന്ന പ്രകാശം കൊണ്ട് സൂക്ഷിക്കുന്നവൻ ഇത്തിബാർ ചെയ്യട്ടെ. എന്തിൽ ചിന്തിക്കുന്നവൻ? ഫീ ലത്വാഇഫിൽ കലാമി, കലാമിന്റെ അവസ്ഥകളിൽ ചിന്തിക്കുന്നവൻ ഇത്തിബാർ ചെയ്യട്ടെ. മസലൻ, ഉദാഹരണം പറയുകയാണ്. അൽ കലാമുൽ ഇൻഷാഇയ്യു, ഇൻഷാഇയ കലാമ് ഐലൻ വീണ്ടും ഇമ്മാ മുഅക്കദാണ് ഔ ഗൈറു മുഅക്കദാണ്. ഇഫ് അലന്ന അല്ലെങ്കിൽ ഇഫ് അലൻ, സക്കീലാന്റെ നൂന് കടന്നു അല്ലെങ്കിൽ ഹഫീഫാന്റെ നൂന് കടന്നു, അപ്പൊ മുഅക്കദായി. ഇഫ് അൽ, അത് ഗൈറു മുഅക്കദായി. വൽ മുസ്നദു ഇലൈഹി ഫീഹി, ഈ ഇൻഷായിലുള്ള മുസ്നദ് ഇലൈഹി ഇമ്മാ മഹദൂഫാണ് ഔ മദ്കൂറാണ് ഇലാ ഗൈരി ദാലിക, ഇതല്ലാത്തതിലേക്ക് നീയാണ് പോയിക്കോ, ഈത്തിബാർ ചെയ്തോ കേട്ടോ. എല്ലാവരും നാദിരീങ്ങളാണല്ലോ. നൂറുൽ ബസീറത്ത് കൊണ്ട് നമ്മൾ എന്തായ മതി, ഈത്തിബാർ ചെയ്താൽ മതി, എല്ലാം മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് ഫസിലിന്റെ ബാബാണ്. ഇൻഷാ അല്ലാഹ് തുടങ്ങാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മുഖ്തസർ 176, അൽ ഫസ്ലു വൽ വസ്ലു 1, പേജ് 233. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. نحمدك يا من شرح صدورنا لتلخيص البيان في إيضاح المعاني ونور قلوبنا بلوامع التبيان من مطالع المخاني ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحرزين قصبات السبق في مضبار الفصاحة والبراعة. അൽ ഫസ്ലു വൽ വസ്ലു, ഇത് ഫസ്ല് വസ്ലിനെ പറ്റി പറയുന്ന ബാബാണ്. ബദഅ, മുസന്നിഫ് തങ്ങൾ തുടങ്ങി ബിദിക്രിൽ ഫസ്ലി, ഫസ്ലിനെ പറയലുകൊണ്ട്. അൽ ഫസ്ലു എന്നാണ് ആദ്യം പറഞ്ഞത്. ലി അന്നഹുൽ അസ്ലു, ആ ഫസ്ല് ആയതിനു വേണ്ടി, അൽ അസ്ലു അസ്ലായതിനു വേണ്ടി. വൽ വസ്ലു, വസ്ലാകുന്നത് താരിൻ, അത് വന്നു ചേരുന്നതാണ്. ആരിദുൻ, പുതുതായി വരുന്നതുമാണ്. അലൈഹി, ഈ ഫസ്ലിന്റെ മേൽ.
ഹാസിലു അതായത് ഹാസിലും ബിസിയാദത്തി ഹർഫിൻ, രണ്ട് ജുംലയേക്കാൾ ഒരു ഹർഫിന്റെ സിയാദത്ത് കൊണ്ട് ഹാസിലാകുന്നതുമാണ്. അപ്പോഴാണ് ഇത് വന്നു ചേരുന്നത്. പക്ഷെ തൈരീഫിൽ ആദ്യം വസ്ലിന്റെ തൈരീഫാണ് പറഞ്ഞത്. അതിന്റെ കാരണം പറയാണ്. ലാക്കിൻ എങ്കിലും ലമ്മാക്കാനൽ വസ്ലു വസ്ലായപ്പോൾ ബി മൻസിലത്തിൽ മലക്കത്തി, ഒരു മലക്കയുടെ സ്ഥാനത്തിൽ ആയപ്പോൾ, വൽ ഫസ്ലു ഫസ്ലായപ്പോൾ ബി മൻസിലത്തിൽ അദമി, അദമിന്റെ മൻസിലത്തിലും ആയപ്പോൾ. മലക്കന്റെ മൻസിലത്തിലാകുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മലക്ക എന്ന് പറഞ്ഞാൽ രണ്ട് ഫർദുണ്ട് മലക്കക്ക്. ഒന്ന് ജിൻസടിസ്ഥാനത്തിൽ ഉള്ള മലക്ക, മറ്റൊന്ന് ശഖ്സ് അടിസ്ഥാനത്തിലുള്ള മലക്ക. ജിൻസടിസ്ഥാനത്തിലുള്ള മലക്ക ബസർ ഹൈവാനിനെ അപേക്ഷിച്ച് ബസർ പോലെ. ഹൈവാനിന്റെ ഷെയ്നാണ് ഹയവാൻ ബസീറാവൽ. ബസറിന്റെ ഷെയ്നാണ് അത് ഹൈവാനിൽ കായിമാവലും. അതാണ് ജിൻസടിസ്ഥാനത്തിലുള്ള മലക്ക. മറ്റൊന്ന് ശഖ്സ് അടിസ്ഥാനത്തിലുള്ള മലക്ക, മറ്റൊരു ഫർദ്. ഇപ്പൊ ഇൻസാൻ അത് ശഖ്സ് അടിസ്ഥാനത്തിൽ ഈ ശഖ്സിന്റെ ഷെയ്നാണ് ഈ ഷെയ് അതിൽ ഉണ്ടാകലും, ആ ഷെയ്ഇന്റെ ഷെയ്നാണ് ഈ ശഖ്സിൽ അതുണ്ടാകലും. ഉദാഹരണം, ഇൻസാനിന്റെ ഫർദുകളെ അപേക്ഷിച്ച് ഇൽമു പോലെ. ഉദാഹരണം സെയ്ദൊരു ആലിമാണ്. അപ്പോൾ ഈ ശഖ്സിന്റെ അപേക്ഷിച്ച് ഇവൻ എന്താവണം? ഒരു ആലിമാവണം. ആലിമാവുകയും ചെയ്തു. അപ്പോൾ അവനിക്ക് ഇൽമു ഒരു മലക്കയായി. അതേ സമയത്ത് ഈ ശഖ്സിനെ അപേക്ഷിച്ച് അവൻ ആലിമാവലാണ് ഷെയ്ദ്, എന്നിട്ട് ഇൽമില്ലെങ്കിൽ അവിടെ അദമുൽ മലക്കത്തും ഉണ്ടായി. ഇതാണ് മലക്കയുടെ രണ്ട് ഫർദ്. അത് ദസൂഖിയിൽ പറഞ്ഞിട്ടുണ്ട് 3-ാം പേജിൽ. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് ജുംലയുടെ ജിൻസടിസ്ഥാനത്തിൽ രണ്ട് ജുംലന്റെ ഷെയ്നാണ് വസ്ല്, ആ ജുംലയിൽ കായിമാവൽ. വസ്ലിന്റെ ഷെയ്നാണ് ജുംലയിൽ കായിമാവലും ജിൻസടിസ്ഥാനത്തിൽ. ആ നിലക്ക് നോക്കുമ്പോൾ വസ്ല് രണ്ട് ജുംലയുടെ ജിൻസടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വസ്ല് മലക്കയായി. അതേസമയത്ത് കമാലുൽ ഇത്തിസാലി കമാലുൽ ഇൻഖിതാഇ എന്ന രണ്ട് ജുംലയുടെ ഷെയ്നല്ല അവിടെ വസ്ല് കായിമാവൽ. വസ്ല് അതിൽ ഉണ്ടാകൽ ഷെയ്നേ അല്ല. ഷെയ്നായിട്ട് വസ്ലില്ലാതിരുന്നാൽ അദമുൽ മലക്കാന്ന് പറയാം. അപ്പോൾ വസ്ല് ജിൻസടിസ്ഥാനത്തിൽ ജുംലയുടെ ഷെയ്നാണ് വസ്ല് ആ ജുംലയിൽ ഉണ്ടാകുന്നത് എന്നടിസ്ഥാനത്തിൽ വസ്ല് മലക്കയാണെങ്കിലും, ജുംലയുടെ ചില അഫ്രാദിലേക്ക് നോക്കുമ്പോൾ വസ്ല് ഷെയ്നല്ല, അതുകൊണ്ട് മലക്ക അല്ലാതെ വന്നു. അതുകൊണ്ടാണ് മലക്ക എന്ന് പറയാതെ മലക്കയുടെയും അദമുൽ മലക്കയുടെയും മൻസിലത്തിലാണെന്ന് പറയാൻ കാരണം. മലക്ക അദമുൽ മലക്ക എന്ന് പറയണമെങ്കിൽ ഒരു ഷെയ്ഇന്റെ ഷെയ്ന് മറ്റൊന്നതിൽ ഉണ്ടായിട്ട് അതുണ്ടാവുകയും ചെയ്തു. എന്നാൽ മലക്ക അവിടെ കായിമായി. ഷെയ്ന് ഈ ഷെയ് അതിൽ കായിമാവലാണ്, എന്നിട്ടുണ്ടായില്ല എങ്കിൽ അദമുൽ മലക്കയായി. ഉദാഹരണം, ഹൈവാന്റെ ഷെയ്നാണല്ലോ ബസീറാവൽ. ഏതെങ്കിലും ഒരു അഫ്രാദിന് ബസരിയത്തില്ലെങ്കിൽ അവിടെ അദമുൽ മലക്കത്ത്. ഷെയ്നായ ഒന്നിന്
ഈ ബസർ ഉണ്ടായില്ല. അപ്പൊ ഇൽമു ആലിമാവേണ്ട ഒരുത്തൻ ആലിമായില്ല, അപ്പോൾ അദമുൽ മലക്കാത്ത് പറയും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ജിൻസടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മലക്കയാണെങ്കിലും ജുംലകളുടെ ചില ശഖ്സുകൾ നോക്കുമ്പോൾ കമാലുൽ ഇത്തിസാൽ, കമാലുൽ ഇൻകിത്താഴ്, വസ്ല് പാടില്ലാത്ത ജുംലകൾ ഉണ്ടല്ലോ. ആ ജുംലയുടെ ഷഅ്ന് തന്നെയല്ല എന്ത് വസ്ല്. ഈ രണ്ടാം ഫർദിലേക്ക് നോക്കുമ്പോൾ വസ്ല് എന്താകുന്നില്ല, മലക്കയാകുന്നില്ല. ചില അശ്ഹാസിലേക്ക് നോക്കുമ്പോൾ, ചില ജുംലകളിലേക്ക് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് മലക്കയുടെ മൻസിലത്തിലാണ്, അദമുൽ മലക്കയുടെ മൻസിലത്തിലാണ് എന്ന് പറയാനുള്ള കാരണം. കൂടുതൽ വിവരണം ദസൂഖി 3-ാം ജുസ് 3-ാം പേജിൽ കാണാം. ഏതായാലും ആവട്ടെ. അപ്പോൾ വസ്ല് മലക്കയുടെ മൻസിലത്തിലും ഫസ്ല് അദമുൽ മലക്കയുടെ മൻസിലത്തിലുമായപ്പോൾ വല്ലഇദാമു അദമുകൾ ഇന്നമാ തുഅറഫു ബി മലക്കാത്തിഹ, ആ അദമുകളുടെ മലക്കുകളെ കൊണ്ടേ അറിയപ്പെടുകയുള്ളൂ. എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അദമുകൾ ഇന്നമാ തുഅറഫു ബി മലക്കാത്തിഹ, അവകളുടെ മലക്കുകളെ കൊണ്ട് അറിയപ്പെടുകയുള്ളൂ. ഏത് സ്ഥിതിയിൽ? അതുകൊണ്ട് വസ്ല് മലക്കന്റെ മൻസിലത്തിലും ഫസ്ല് അദമുൽ മലക്കത്തിന്റെ മൻസിലത്തിലുമായപ്പോൾ എത്രത്തിൽ അദമുകൾ മലക്കുകളെ കൊണ്ട് അറിയപ്പെടുകയുള്ളൂ. ആ നിലയിൽ ബദഅ മുസന്നിഫ് തുടങ്ങി തഅരീഫിൽ ബിദിക്രിൽ വസ്ലി, വസ്ലിനെ പറയലുകൊണ്ട് തുടങ്ങി. ഫഖാല, എന്നിട്ട് മുസന്നിഫ് പറഞ്ഞു, അൽ വസ്ലു, വസ്ലാകുന്നത് അത്ഫു ബഇലിൽ ജുമലി, ജുംലകളിൽ നിന്ന് ചിലതിനെ അത്ഫ് ചെയ്യലാണ്, അലാ ബഇലിൻ, ജുംലകളിൽ നിന്ന് ചിലതിന്റെ മേൽ. ഇതിൽ രണ്ട് ജുംല വന്നു. ഒന്നാം ജുംലയുടെ മേൽ രണ്ടാം ജുംലയും തമ്മിൽ മുനാസബത്തുണ്ട്, അപ്പോൾ അത്ഫ് ചെയ്തു. ഇനി 4 ജുംലകൾ വന്നു. ഒന്നാം ജുംലയുടെ മേൽ രണ്ടാം ജുംലനെ അത്ഫ് ചെയ്തു, മുനാസബത്തുള്ളതുകൊണ്ട്. മൂന്നാമത്തെ ജുംലനെ അത്ഫ് ചെയ്യാൻ വകുപ്പില്ല. രണ്ടാമത്തെ ജുംലന്റെ മേൽ അത്ഫ് ചെയ്യാനും അവിടെ മുനാസബത്തില്ല, ഒന്നാമത്തെ ജുംലയുടെ മേൽ അത്ഫ് ചെയ്യാനും വകുപ്പില്ല. പക്ഷെ 4-ാമത്തെ ജുംലയെ 3-ാമത്തെ ജുംലയുമായി മുനാസബത്തുള്ളതുകൊണ്ട് അത്ഫ് ചെയ്തു. എന്നിട്ട് 3ഉം 4ഉം കൂടിയ ആ മജ്മൂഇനെ ഒന്നാമത്തതും രണ്ടാമത്തതുമായ മജ്മൂഇന്റെ മേൽ അത്ഫ് ചെയ്തു. അതും ഈ പറഞ്ഞ ഇബാറത്തിൽ ഉൾപ്പെടും. ബഅ്ലുൽ ജുമലി അലാ ബഅ്ലിൻ, ജുംലകളിൽ നിന്ന് ചിലതിനെ മേൽ അത്ഫ് ചെയ്യലാണ്. അതിനേക്കാൾ വലിയ ജുംലകളുടെ അത്ഫ് എങ്ങനെ? ഒരു 6 ജുംല. ഒന്നാമത്തെ ജുംലയുടെ മേൽ രണ്ടാമത്തെ ജുംലനെ അത്ഫ് ചെയ്തു, രണ്ടാമത്തെ ജുംലയുടെ മേൽ മൂന്നാമത്തെ ജുംലയെ അത്ഫ് ചെയ്തു, മുനാസബത്തുണ്ട്. ഈ മൂന്നാമത്തേനെ രണ്ടാമത്തതിന്റെ മേൽ അത്ഫ് ചെയ്യാം, ഒരു കൗല് പ്രകാരം, അല്ലെങ്കിൽ ഒന്നാമത്തതിന്റെ മേൽ. ഇനി 4-ാമത്തെ ജുംല ഈ 3 ജുംലന്റെ മേൽ അത്ഫ് ചെയ്യാൻ വകുപ്പില്ല. 4-ാമത്തതിന്റെ മേൽ 5-ാമത്തതിനെ അത്ഫ് ചെയ്തു, 5-ാമത്തെ ജുംലയുടെ മേൽ 6-ാമത്തെ ജുംലനെ അത്ഫ് ചെയ്തു. എന്നിട്ട് 4ഉം 5ഉം 6ഉം കൂടിയ മജ്മൂഇനെ 1ഉം 2ഉം 3ഉം കൂടിയ മജ്മൂ ആയ ജുംലന്റെ മേൽ അത്ഫ് ചെയ്തു. അതെല്ലാം ഇതിൽപ്പെടും. വൽ ഫസ്ലു, ഫസ്ലാകുന്നത് തർക്കുഹു, അതിനെ ഒഴിവാക്കലാണ്. ഐ തർക്കു അത്ഫിഹി, ബഅ്ലുൽ ജുമലിനെ അത്ഫ് ചെയ്യലിനെ ഒഴിവാക്കലാണ്. അലൈഹി, ബഅ്ലുൽ ജുമലിന്റെ മേൽ. എന്നിട്ട് ഫൈദാ അത്തത്ത് ജുംലത്തുൻ, ഒരു ജുംല വന്നാൽ, ബഅദ ജുംലത്തിൻ, മറ്റൊരു ജുംലന്റെ ശേഷം ഒരു ജുംല വന്നാൽ, ഫൽഊല, ഒന്നാമത്തെ ജുംല, ഇമ്മാ യകൂന ലഹാ,
ആ ഒന്നാമത്തെ ജുംലക്ക് ഉണ്ടായേക്കാം മഹല്ലും മിനൽ ഇറാബി, ഇറാബിനാൽ മഹല്ലുണ്ടായേക്കാം, ഇറാബിനാൽ മഹല്ല് ഉണ്ടായേക്കാം. ഔല അല്ലെങ്കിൽ ഇറാബിനാൽ മഹല്ല് ഉണ്ടാകൂല. രണ്ട് നിലക്ക് വരാം. ഇപ്പോ സെയ്ദുൻ ഖായിമുൻ, സെയ്ദാവുന്നത് ഖായിമാണ്, ആ ജുംലക്ക് ഇറാബിനാൽ മഹല്ലില്ല. അല്ലെങ്കിൽ സെയ്ദുൻ ഖാമ, സെയ്ദ് നിന്നു, ആ ജുംലക്ക് ഇറാബിനാൽ മഹല്ലില്ല. വഅലൽ അവ്വലി, അവ്വൽ പ്രകാരം, ഐ അലാ തഖ്ദീരി അൻ യകൂന ലിൽ അവ്വലി, ഒന്നാമത്തതിലേക്ക് ഉണ്ട് എന്ന സങ്കല്പപ്രകാരം മഹല്ലും മിനൽ ഇറാബി, ഇറാബിനാൽ മഹല്ലുണ്ട് എന്ന സങ്കല്പപ്രകാരം ഇൻ ഖുസിദ തശ്രീഖു സാനിയത്തി, രണ്ടാമത്തെ ജുംലയെ കൂറാക്കലിനെ കരുതപ്പെട്ടാൽ, ലഹ ഐലിൽ ഊല, ഒന്നാമത്തെ ജുംലയോട് കൂറാക്കലിനെ കരുതുക. എന്ത് വിഷയത്തിൽ കൂറാക്കുക? ഫീ ഹുക്കുമിഹി, ഫീ ഹുക്കുമിഹി, ഫീ ഹുക്കുമിഹി എന്നാണ് അല്ലേ? അതെ, ഫീ ഹുക്കുമിഹി, ഇറാബിന്റെ ഹുക്കുമില്, ഐ ഫീ ഹുക്കുമിൽ ഇറാബി. ഇൻകുസിദ തശ്രീഖു സാനിയത്തി, രണ്ടാമത്തെ ജുംലയെ കൂറാക്കലിനെ കരുതിയ, ലഹ ഒന്നാമത്തതിനോട്, ലില്ലൂല ഒന്നാമത്തതിനോട്, ഫീ ഹുക്കുമിഹി ആ ഒന്നാമത്തെ ജുംലയുടെ ഇറാബിന്റെ ഹുക്കുമിൽ എന്നർത്ഥം. ഫീ ഹുക്കുമിഹി ഒന്നാമത്തെ ജുംലയുടെ ഇറാബിന്റെ ഹുക്കുമിൽ, അതാണ് ഐ ഫീ ഹുക്കുമിൽ ഇറാബില്ലദീ കാന ലഹ, ഒന്നാമത്തെ ജുംലക്ക് ഉള്ളതായ ഇറാബിന്റെ ഹുക്കുമിൽ, ഐ ഫീ ഹുക്കുമിൽ ഇറാബി, ഇറാബിന്റെ ഹുക്കുമിൽ. അല്ലത് എങ്ങനത്തെ ഇറാബ്? കാന, ആ ഇറാബായിട്ടുണ്ട്, ലഹ ഒന്നാമത്തതിന് ആയിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ജുംലക്ക് ഉള്ളതായ ഇറാബിന്റെ ഹുക്കുമിൽ കൂറാക്കലിനെ കരുതി. അപ്പൊ ഇറാബിന്റെ ഹുക്കുമ് എന്ന് പറഞ്ഞപ്പോ ഇറാബ് റഫ ആണ്. ആ റഫഇന്റെ ഹുക്കുമെന്താ? അത് ഒന്നിരിക്കൽ മുബത്തദയായി വരൽ, അല്ലെങ്കിൽ ഫായിലായി വരൽ, അല്ലെങ്കിൽ നായിബ് ഫായിലായിട്ട് വരൽ. ഹുക്കുമ് ഇറാബാണ്. അല്ല, ഹുക്കുമ് എന്താണ്? ഇറാബിന്റെ ഹുക്കുമ് എന്ന് പറഞ്ഞാൽ, ഇറാബ് ഇപ്പോ റഫ്, നസ്ബ്, ജറ്, ഇതെല്ലാം ഒരു ഹുക്കുമുണ്ടാവും എന്ന് പറഞ്ഞാല്, റഫഇനൊരു കാരണമുണ്ടാകും, അതാണ് ഈ ഹുക്കുമ്. ജറിനൊരു കാരണമുണ്ടാകും, അതിനാണ് ഹുക്കുമ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫീ ഹുക്കുമിൽ ഇറാബി, ഇവിടെ ദസൂഖി പറയുന്നുണ്ട്, ഇലം അന്നൽ ഇറാബ ഇബാറത്തുൻ അനിൽ ഹറക്കാത്തി, ഹറക്കത്തുകൾക്കാണ് ഇറാബ് എന്ന് പറയാ. ഒമാനാബ അൻഹ, ഹർക്കത്തുകളെ തൊട്ട് പകരം വരുന്നതിനേക്കും എന്ത് പറയും? ഇറാബ് എന്ന് പറയും. അതായത് വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബും ജറും എന്നൊക്കെ ഉണ്ടല്ലോ, ഹർക്കത്തുകൾക്ക് പകരമാണത്. വൽ മുറാദ് ബിൽ ഹുക്മി ഹുന അൽ ഹാലു അൽ മൂജിബു ലിൽ ഇറാബി മിസ്ലു കൗനിഹ ഖബറ മുബ്തദയിൻ, ഇറാബിനെ നിർബന്ധമാക്കുന്ന അവസ്ഥ, അതിനാണ് ഹുക്മ് എന്ന് പറയുക. ഇറാബിനെ നിർബന്ധമാക്കുന്നൊരു കാര്യമുണ്ടല്ലോ, അതാണ് ഇവിടുത്തെ ഹുക്മ്. അപ്പൊ ഫായിലായിരിക്കൽ അത് റഫഇനെ നിർബന്ധമാക്കുന്നതാണ്. നായിബ് ഫായിലായിരിക്കൽ അത് റഫഇനെ നിർബന്ധമാക്കുന്ന കാര്യമാണ്. മഫ്ഊലിയത്ത് അതാണ് ഇവിടെ ഹുക്മ് എന്ന് പറയുന്നത്. പിന്നെ അതാണ് മിസ്ലു കൗനിഹ, ആ ഒന്നാമത്തെ ജുംല ആകല് പോലെ ഖബറ മുബ്തദയും മുബ്തദനെ ഖബറായി. അപ്പൊ ഖബർ ഹുക്മാണ്, റഫഇ ഇറാബാണ്. ഔ ഹാലൻ, അല്ലെങ്കിൽ ഹാലാകും പോലെ, അപ്പൊ ഹാലാവൽ എന്താണ്? അത് ഇറാബിന്റെ ഹുക്കുമാണ്. ഔ സിഫത്തൻ, അല്ലെങ്കിൽ സിഫത്താകും പോലെ, ഔ നെഹ്വദാലിക്ക,
അല്ലെങ്കിൽ അതുപോലത്തത്. അപ്പൊ ജുംലക്ക് ഇറാബിനാൽ മഹല്ലുണ്ടാകല് ഈ ജുംല ഒന്നായിട്ടൊരു മഫ്ഊലായിട്ട് വരികയോ അല്ലെങ്കിൽ മുബത്തദയായിട്ട് വരികയോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ്. അതിനൊക്കെ ഉദാഹരണത്തിൽ ഇത് മനസ്സിലാവും. അങ്ങനെ ഒന്നാമത്തെ ജുംലയുടെ ഇറാബിന്റെ ഹുക്മിൽ രണ്ടാമത്തെ ജുംലയെ അത്ഫ് ചെയ്യലിനെ കരുതപ്പെട്ടാൽ ആ ഹുക്മിൽ കൂറാക്കലിനെ കരുതിയാൽ ഉത്തിഫസാനിയത്തു രണ്ടാമത്തതിനെ അത്ഫ് ചെയ്യപ്പെടും അലൈഹ ഒന്നാമത്തതിന്റെ മേൽ. ലിയദുല്ലൽ അത്ഫു അത്ഫ് അറിയിക്കാൻ വേണ്ടി അല തശ്രീക്കിൽ മദ്കൂരി ഈ പറയപ്പെട്ട കൂറാക്കലിന്റെ മേലില്. ഏതുപോലെ കൽ മുഫ്രദി മുഫ്രദ് പോലെ തന്നെ. ഫൈനഹു മുഫ്രദ് ഇദാ ഖുസിദ തശ്രീഖുഹു ആ മുഫ്രദിനെ കൂറാക്കലിനെ കരുതപ്പെട്ടാൽ ഈ മുഫ്രദിൻ ഖബലഹു അതിന്റെ മുമ്പുള്ള മുഫ്രദിനോട് ഫി ഹുക്മി ഇറാബിഹി മുമ്പുള്ള മുഫ്രദിന്റെ ഇറാബിന്റെ ഹുക്മിൽ അന്ത മിൻ കൗനിഹി ആ മുമ്പുള്ള മുഫ്രദ് ആകലിനാൽ ഫായിലൻ ഫായിലാകലിനാൽ അപ്പോൾ മഅ്തൂഫിനെയും ഫായിലാക്കലിനെ കരുതി. അപ്പൊ ഇറാബിന്റെ ഹുക്മിൽ കൂറാക്കലായല്ലോ. ഒന്നാം മുമ്പുള്ള മുഫ്രദ് ഒരു ഫായിലാണ് ജാഅനി സയ്യിദുൻ. ഇനി അയിമക്ക് അത്ഫ് ചെയ്തു ഈ ഫായിലിയത്തിൽ കൂറാക്കാൻ അമ്രിനെ, അപ്പോൾ അമ്രുൻ എന്ന അത്ഫ് ചെയ്യും. അതാണ് മിൻ കൗനിഹി ഫായിലൻ ആ മുമ്പുള്ള മുഫ്രദ് ഫായിലാകലിനാൽ മുമ്പുള്ള ഒന്നിന്റെ ഇറാബിന്റെ ഹുക്മാണ് പറഞ്ഞത്. ആ ഹുക്ം എന്തിനാൽ മിൻ കൗനിഹി ആ മുമ്പുള്ള മുഫ്രദ് ആകലിനാൽ ഫായിലാകുക ഔ മഫ്ഊലൻ ഔ നഹ്വ ദാലിക. അങ്ങനെ മുമ്പുള്ള മുഫ്രദിനോട് മുമ്പുള്ള മുഫ്രദിന്റെ ഇറാബിന്റെ ഹുക്മിൽ കൂറാക്കലിനെ കരുതിയാൽ മുഫ്രദിനെ മുഫ്രദിന്റെ മേൽ അത്ഫ് ചെയ്യും. വജബ അത്ഫു അലൈഹി മുഫ്രദിനെ മുമ്പുള്ള മുഫ്രദിന്റെ മേൽ അത്ഫ് ചെയ്യൽ നിർബന്ധമാണ് എന്നതുപോലെ ജുംലയെയും അങ്ങനെ തശ്രീക്കിനെ കരുതിയാൽ അത്ഫ് ചെയ്യൽ എന്താണ് നിർബന്ധമാണ്. ഫശർതു കൗനിഹി ഇപ്പൊ പറഞ്ഞതെന്താണ്? ഒരു ജുംലന്റെ ശേഷം മറ്റൊരു ജുംല വന്നു. ഒന്നാമത്തെ ജുംലക്ക് ഇറാബിനാൽ മഹല്ലുണ്ടാവാം ഉണ്ടാകാതിരിക്കാം. ഒന്നാമത്തെ ജുംലക്ക് ഇറാബിനാൽ മഹല്ലുണ്ട് എന്ന തഖ്ദീർ പ്രകാരം രണ്ടാമത്തെ ജുംലയെ ഒന്നാമത്തെ ജുംലയോട് ഒന്നാമത്തെ ജുംലന്റെ ഇറാബിന്റെ ഹുക്മിൽ കൂറാക്കലിനെ കരുതിയാൽ രണ്ടാമത്തെ ജുംലയെ ഒന്നാമത്തെ ജുംലയുടെ മേൽ അത്ഫ് ചെയ്യും, മുഫ്രദിനെ അത്ഫ് ചെയ്യും പോലെ. ഫശർതു കൗനിഹി ഐ കൗനി അത്ഫി സാനിയത്തി അലൽ ഊല രണ്ടാമത്തതിനെ ഒന്നാമത്തതിന്റെ മേൽ അത്ഫ് ചെയ്യൽ ആകലിനുള്ള ഷർത്ത്. ഫശർതു കൗനിഹി ഒന്നാമത്തതിനെ രണ്ടാമത്തതിന്റെ മേൽ അത്ഫ് ചെയ്യൽ ആവലിനുള്ള ഷർത്ത് മഖ്ബൂലൻ മഖ്ബൂലാവലിനുള്ള ഷർത്ത് ബിൽ വാവി വാവു കൊണ്ട് മഖ്ബൂലാവലിനുള്ള ഷർത്ത് വനഹ്വിഹി വാവു പോലത്തതുകൊണ്ടും അയ്യക്കൂന ബൈനഹുമ ഐ ബൈനൽ ജുംലത്തൈനി രണ്ട് ജുംലന്റെ ഇടയിൽ ഉണ്ടാകലാണ് ജിഹത്തുൻ ജാമിയത്തുൻ ഒരു ജാമിയത്തായ ജിഹത്തുണ്ടാകലാണ്. ഒരു രണ്ടിനെ ഒരുമിച്ചു കൂട്ടുന്ന ഒരു മഅന ഉണ്ടാകലാണ്. നഹ്വു സയ്യിദുൻ യക്തുബു വയശുഉറു സയ്യിദാവുന്ന യക്തുബു അവൻ ഗദ്യം രചിക്കുന്നവനാണ്, വയശുഉറു പദ്യം രചിക്കുന്നവനുമാണ്. അപ്പൊ കിതാബത്തും ഷെയ്റും തമ്മിൽ മുനാസബത്തുണ്ട്. അപ്പോൾ യക്തുബുവിന്റെ മേൽ യശുഉറുനെ അത്ഫ് ചെയ്യും, ജുംലയെ ജുംലയുടെ മേൽ അത്ഫ് ചെയ്യും. ഇവിടെ യക്തുബു എന്നുള്ള ജുംലക്ക് ഇറാബിനാൽ മഹല്ലുണ്ട്. കാരണം എന്താ? യക്തുബു എന്നുള്ളത് സയ്യിദുൻ എന്ന മുബ്തദയുടെ ഖബറാണ്. ഖബർ എന്ന നിലക്ക് യക്തുബു എന്ന ജുംലക്ക് ഇറാബിനാൽ മഹല്ലുണ്ട്, റഫ്ഇയ്യത്ത് എന്ന മഹല്ലുണ്ട് അല്ലേ? അതെ. അപ്പോ ആ റഫ് അവിടെ വരാനുള്ള കാരണം എന്താണ്? സയ്യിദ് എന്ന മുബ്തദയുടെ ഖബറാണ് എന്നതാണ് അതിന്റെ ഹുക്മ്. ആ ഹുക്മിൽ കൂറാക്കലിനെ കരുതി ഷിഅറിനെ അപ്പോൾ വയശൂർ അത്ഫ് ചെയ്തു. ലിമാ ബൈനൽ കിതാബത്തി വ ഷിഅരി കിതാബത്ത് ഷിഅറിന്റെ ഇടയിലുള്ള ഒന്നിന്റെ വേണ്ടി മിനത്ത് തനാസുബി ലാഹിറായ മുനാസബത്ത്. എന്താണ്? ഓരോന്നും തഅലീഫു കലാമിനെ രചിക്കല. യക്തുബു എന്നാൽ
എഴുതുക, യശുറു പാടുക എന്നല്ല, പാട്ട് രചിക്കുക എന്നാണ് കേട്ടോ. പാടാൻ എല്ലാവർക്കും അറിയും. അല്ലെങ്കിൽ സെയ്ദ് പിന്നെന്താണ് വയുഇറ്റി വയംനഉ, അതങ്ങോട്ട് അത്തുഫ് ചെയ്ത് കൊടുക്കണം. യകുതുബിന്റെ മേൽ അത്തുഫ്. യുഇറ്റി വയംനഉ, സെയ്ദുൻ യുഇറ്റി വയംനഉ. വാവ് അവിടെ ഇവിടെ യകുതുബ് എന്തെങ്കിലും മേൽ അത്തുഫ് ചെയ്യാൻ വേണ്ടി കൊടുത്താണ്. വയുഇറ്റി വയംനഉ, യുഇറ്റി വയംനഉ എന്ന് പറയും പോലെ. അതായത് സെയ്ദുൻ യുഇറ്റി വയംനഉ, സെയ്ദ് കൊടുക്കുന്നു തടയുന്നു. ലിമാ ബൈനൽ ഇത്താഇ വൽ മൻഇ, ഇത്താ മന്നിന്റെ ഇടയിൽ ഒന്നിന്റെ വേണ്ടി മിന തലാദി, തലാദ് ഒന്നിന്റെ എതിരാണ് മറ്റത്, അതൊക്കെ പറയുന്നുണ്ട്. ഈ ഖിലാഫി സെയ്ദുൻ യകുതുബു വയംനഉ എന്നതിനെതിരെ കിതാബത്തും മന്നും തമ്മിൽ മുനാസബത്തില്ല, അവിടെ അത്തുഫ് ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ ഔ യുഇത്തി വയശുറു, അതിനും എതിരെ ഇത്താവും ഷെയ്റും തമ്മിൽ മുനാസബത്തില്ല കേട്ടോ. ഇത്രയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. വദാലിക, ഈ ജാമിയത്ത ജിഹത്ത് ഷർത്താണെന്ന് പറഞ്ഞത് അല്ലാ യകൂനൽ ജമ്മു ബൈനഹുമാ, രണ്ട് ജുംലന്റെ ഇടയിലുള്ള ജമ്മ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. കൽ ജമ്മി ബൈനൽ ലബ്ബി വന്നൂനി, ലബ്ബ് നൂനിന്റെ ഇടയിലുള്ള ജമ്മു പോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാ. ഉടുമ്പും മീനും തമ്മിൽ ഒരു ബന്ധമല്ലല്ലോ, അതുപോലെയുള്ള ബന്ധം ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജാമി വേണമെന്ന് പറഞ്ഞത്. പിന്നെ അവിടെ നിൽക്കട്ടെ. ഇനി വഖൗലുഹു എന്നാണ്, വഖൗലുഹു എന്നാണ് പറയാൻ പോകുന്നത്, വായിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്.